ഇപ്പോൾ കാനഡയിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ രക്ഷപ്പെടും. കാര്യം ഗവൺമെന്റ് തന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് വിസ കൊടുക്കുന്നത്. എല്ലാ കോളേജിനും വിസ കൊടുക്കില്ല, എല്ലാ കോഴ്സിനും വിസ കൊടുക്കില്ല. അപ്പൊ ഗവൺമെന്റ് ഒരു 2024 അവസാനം മുതൽ അല്ലെ ആദ്യം മുതൽ, അതായത് 2 കൊല്ലം മുമ്പ് ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾക്ക് ഒരു പരസ്യ ബോർഡ് കിട്ടാനല്ല എല്ലാവരും ഏജൻസികൾ എന്ത് ചെയ്തിരുന്നു? ഞാൻ അടക്കമുള്ള ഏജൻസികൾ എന്ത് ചെയ്തിരുന്നു? ഈ ബോർഡുകളൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ഇപ്പൊ ആൾക്കാർ റിസർച്ചിനാണ്, അവർക്കറിയാം ഇനി പോയിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് മൾട്ടിപ്പിൾ ഏജൻസിയിൽ നിന്ന് എടുക്കണം, മൾട്ടിപ്പിൾ വ്യക്തികളിൽ നിന്ന് എടുക്കണം. ഒരാളെ മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, ട്രസ്റ്റ് ചെയ്യരുത്. മൾട്ടിപ്പിൾ ഏജൻസിയിൽ നിന്ന് എടുക്കുക, അവരെന്താ പറയുന്നതെന്ന് കേൾക്കുക. കാനഡക്ക് ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽസിനെയാണ് ആവശ്യം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏത് ജോലി കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് ആവശ്യം? കഴിഞ്ഞ 5 വർഷം കാനഡ ഗവൺമെന്റ് പെർമനന്റ് റെസിഡൻസി ഒരു വഴി മാത്രമാണ് ഞാൻ പറയണേ. പെർമനന്റ് റെസിഡൻസി കൊടുത്തിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതിന് കാനഡയിൽ നമുക്ക് പറയാവുന്നത് NOC എന്നാണ്, നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അത് അവിടെ ഓരോ ജോലിക്കും ഓരോ കോഴ്സ് ഉണ്ട്. ഇതിപ്പോ കാനഡ റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ NOC നോക്കുക. കാനഡയിൽ PR കൊടുത്തിട്ടുള്ള NOCകളൊക്കെ എന്ന് പറയുന്നത് അവരെ ആവശ്യമുള്ള NOCകളാണ്. ഉദാഹരണം പറഞ്ഞാൽ IT സ്പെഷ്യലിസ്റ്റുകൾ, ഫാർമസിസ്റ്റ്, നഴ്സസ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു 300-400 കാറ്റഗറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? കഴിഞ്ഞ 5 വർഷത്തെ PR കൊടുത്തിട്ടുണ്ട്. ആ NOC കണ്ടെത്തുക. ആ NOC റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്താൽ ഒരു 90% ഉറപ്പിക്കാൻ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ അവിടെ എന്ത് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ ഈ ബിസിനസ് മാനേജ്മെന്റിനും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ലോയ്ക്കും ലോജിസ്റ്റിക്സിനും ഒന്നും PR അധികം കൊടുത്തിട്ട് ഇല്ല. കാരണം അവിടുത്തെ ഒന്നത് PRോട് കൂടി മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ മേഖലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനധികം ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നില്ല? PR അവർ കൊടുക്കുന്നില്ല. അധികം ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അധികം ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നില്ല? PR കൊടുക്കുന്നില്ല. ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോ കാനഡ ആളുകൾ ചൂസ് ചെയ്യാത്തത് എന്ന് തോന്നുന്നു അല്ലേ? ഇതുകൊണ്ടല്ല കാനഡ ആൾക്കാർ ചൂസ് ചെയ്യാത്തത്. ഇവിടുത്തെ ഇതൊരു ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ എന്തു പറയുന്നു അതാണ് ഇപ്പൊ ഈ പല സ്റ്റുഡൻസും ഒക്കെ വിചാരിക്കുന്നത്. അത് മാറി ഇപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സ്റ്റുഡൻസ്, പേരൻസും ഒക്കെ എന്ത് ചെയ്തു? റിസർച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവർ തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പായി തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? കുറെ കൂടെ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് +2 ഒക്കെ കഴിഞ്ഞ് പിള്ളേരെ അധികം വീട്ടാൻ അവർക്ക് താല്പര്യം ഇല്ലാതായി തുടങ്ങി. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് ഈ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ എന്തിനും അവർക്ക് എന്തുണ്ട്? ഒരു ഓപ്ഷൻ ഇങ്ങനെ പറയാനുണ്ട്. അത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ വളരെ ക്രിയേറ്റീവായിട്ട് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സോഴ്സ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇപ്പം ആവശ്യമില്ലാത്ത കോഴ്സിനൊന്നും ആൾക്കാരൊന്നും കയറി പോകുന്നില്ല. എല്ലാവരും ഇപ്പൊ പറയുന്നൊന്നും വിശ്വസിക്കത്തൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്, ഏതാ 2 വർഷം പഠിക്കുമ്പോൾ 3 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് PR കിട്ടും എന്നൊക്കെ വെറുതെ പറഞ്ഞാലൊന്നും ആരും ഇപ്പോൾ വിശ്വസിക്കത്തില്ല. കാര്യം ബാങ്ക് പോലും ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ കാനഡയ്ക്കാണോ പോകുന്നത്? ഇപ്പൊ അവർ തിരിച്ചു വരാന്നൊക്കെ ഉണ്ടല്ലോ. ബാങ്കിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്, കാനഡയ്ക്ക് പോകും, ഏതാ കോഴ്സ് എടുക്കുന്നത്? ഇപ്പൊ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പിള്ളേരൊക്കെ തിരിച്ചു വന്ന് അവർ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ബാങ്കുകാരിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പോലും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന കോഴ്സ് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് വളരെയധികം ആളുകൾ കാരണം ഈ തിരിച്ചു വരുന്നുള്ള യാഥാർത്ഥ്യമാണ്. അവരാദ്യം തുടങ്ങി. പിന്നെ നമ്മുടെ ഏജൻസികളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയി. കാരണം അവരിപ്പോൾ എന്ത് ചെയ്യുന്നില്ല? കാനഡ അധികം മാർക്കറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം സംസാരിച്ച പോലെ നിങ്ങൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലും, ഇപ്പൊ നമ്മൾ ആലുവയിലിരിക്കുന്നത്, ആലുവയിൽ എവിടെയെങ്കിലും ഒന്ന് കാനഡയിലേക്ക് വരുമെന്ന് പറഞ്ഞൊരു ബോർഡ് കാണാനുണ്ടോ? ശ്രദ്ധിക്കലുണ്ട് ഇങ്ങനെ പറയുമ്പോൾ. അതായത് 2 കൊല്ലം മുമ്പ് ഇതിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾക്ക് ഒരു പരസ്യ ബോർഡ് കിട്ടാനല്ല എല്ലാവരും ഏജൻസികൾ എന്ത് ചെയ്തിരുന്നു? ഞാൻ അടക്കമുള്ള ഏജൻസികൾ എന്ത് ചെയ്തിരുന്നു? ഈ ബോർഡുകളൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ഇപ്പൊ ആൾക്കാർ റിസർച്ചിനാണ്, അവർക്കറിയാം ഇനി പോയിട്ട് വലിയ കാര്യമില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഈ രാജ്യങ്ങളൊക്കെ നിങ്ങളെ വെൽക്കം ചെയ്യും. അതിന് മുമ്പേ ആദ്യം പറഞ്ഞ ഒത്തിരി ഉത്തരവുണ്ട്, കാനഡ ഇറ്റ്സ് നോട്ട് ഫോർ എവരി വൺ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ രാജ്യമാണോ എന്ന് നിങ്ങൾ 10 വട്ടം ആലോചിക്കണം, ഫാമിലിയിൽ ആലോചിക്കണം. ഇതേപോലെ യൂട്യൂബ്, നിങ്ങൾക്ക് നമ്മുടെ മീഡിയ ഒക്കെ വളരെ ആൾക്കാർ കാണുന്നതാണ്, പല മീഡിയകൾ കാണുക, പല ഇൻഫർമേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷനാണ് പോകുന്നത്, ഏത് പ്രൊവിൻസിലോട്ടാണ് പോകുന്നത്, ആ പ്രൊവിൻസിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഫ്യൂച്ചറിൽ? ഇതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് സെർച്ച് ചെയ്യാം. നമ്മളെക്കാൾ കഴിവുള്ളവരാണ് ഇന്ന് +2 ഡിപ്ലോമയും കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേർ. അവർ IT പുലികളാണ്. അപ്പൊ അവർക്ക് റിലേറ്റ് ചെയ്യാം. മിക്കവാറും അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള കൃത്യം ധാരണ അവർക്ക് കിട്ടും. പോയ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി പഠിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പം ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പല ഏജൻസികൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രം പറയും, അവിടെ പോയി ഇപ്പോൾ ജോലി കിട്ടും, അല്ല അതായിരിക്കും ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്
10 വട്ടം ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ആ ഉത്തരത്തിനാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നതെന്ന് പ്ലാൻ ചെയ്താൽ ഇന്ന് ഈ പറയുന്ന കാനഡയും ഓസ്ട്രേലിയയും പിന്നെ UK ഒക്കെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പൊ ഈ സ്റ്റുഡന്റ് വിസയിൽ പോയിട്ട് ഇപ്പൊ സ്റ്റേ ബാക്കിനുള്ള കാര്യങ്ങൾ റെഡി ആയില്ല എന്ന് വെക്കാം. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്താ? ഇപ്പൊ പെട്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഇപ്പൊ സ്റ്റേ ബാക്ക് ഓൾറെഡി ഇപ്പൊ പോയവർക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ ആളുകൾക്കാണ്, പുതിയ സ്റ്റേ ബാക്ക് നയത്തിലാണ് എല്ലാവർക്കും സ്റ്റേ ബാക്ക് ഇല്ല, എല്ലാവർക്കും വിസ ഇല്ല. ഒരു ക്യാപ് സിസ്റ്റം ഒക്കെ ഗവൺമെന്റ് ഓഫ് കാനഡ കൊണ്ടുവന്നു. എങ്ങനെയാ ഈ സ്റ്റേ ബാക്കിന്റെ റൂൾസ് വരുന്നത്? ഈ 24 മുതൽ അവര് ഈ പറയുന്ന പ്രൈവറ്റ് കോളേജുകൾക്കൊന്നും ഇത് കൊടുക്കുന്നില്ല, സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല. അവര് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനുള്ളവർക്കൊന്നും ഈ മാസ്റ്റേഴ്സിന് വരുന്നവർക്ക് സ്പൗസ് വിസ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന അതേപോലെ സ്റ്റേ ബാക്ക് ലിമിറ്റ് ഉണ്ട്. ഈ എടുക്കുന്ന കോഴ്സിനെ ബേസ് ചെയ്തായിരിക്കും സ്റ്റേ ബാക്ക് കൊടുക്കുക. സ്റ്റേ ബാക്കിൽ തന്നെ ഒത്തിരി 3 ഇയർ എന്ന് പറഞ്ഞ സ്റ്റേ ബാക്കിൽ തന്നെ ഒത്തിരി നയമാറ്റം അവർ കൊണ്ടുവന്നു. അപ്പം ഇതിലൂടെ ഇപ്പം കിട്ടുന്ന, ഞാൻ ഒരു നല്ല കാര്യം പറയാം, അത് ഇപ്പം കാനഡയിൽ പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ രക്ഷപ്പെടും. കാര്യം ഗവൺമെന്റ് തന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് വിസ കൊടുക്കുന്നത്. എല്ലാ കോളേജിനും വിസ കൊടുക്കില്ല, എല്ലാ കോഴ്സിനും വിസ കൊടുക്കില്ല. അപ്പോൾ ഗവൺമെന്റ് ഒരു 2024 അവസാനം മുതൽ അല്ലെ ആദ്യം മുതൽ 2025 ഒരു ഫിൽട്ടറിംഗ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ക്യാപ് സിസ്റ്റം എന്നാ പറയുന്നത്. അത് ഇപ്പൊ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇപ്പൊ പോകുന്ന പിള്ളേർക്ക് അത്യാവശ്യം, അതായത് എല്ലാ കോഴ്സിനൊന്നും അവർ വിസ കൊടുക്കില്ല. എലിജിബിൾ ആണോ, അവരെടുക്കുന്ന റെലവന്റ് കോഴ്സ് ആണോ, അവർ SOP സ്ട്രോങ് ആണ്. SOPയിലൊക്കെ നമ്മൾ എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ SOP വളരെ കോമഡിയാണ് കേട്ടോ. അല്ല എല്ലാവരും, ഞാൻ അടക്കമുള്ള ഒരു ഏജൻസികൾ ചെയ്യുന്ന പരിപാടി SOP എഴുതിക്കുക എന്നുള്ളതാണ്. അല്ലെ SOP റൈറ്റേഴ്സ് ഉണ്ട്. ഈ SOP നമ്മൾ പറയുന്നത്, ഞാൻ ഇന്നൊരാളാണ്, ഇന്ന കോഴ്സ് എടുക്കാൻ കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇന്ത്യയിലൊന്നും ഈ കോഴ്സ് കിട്ടുന്നില്ല, ഇത് ഒരു തരം SOP ആണ്. എനിക്ക് കാനഡ തന്നെ വേണം, എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ സിസ്റ്റർ അവിടെ റെഫർ ചെയ്തു, അല്ലെങ്കിൽ ഇന്നൊരാൾ റെഫർ ചെയ്തു, ഞാൻ 2 കൊല്ലം പഠിക്കുന്നു, 3 കൊല്ലം ഇതെടുക്കുന്നു, അത് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ ഇനിയൊരു കമ്പനി ആരംഭിക്കാൻ പോവാണ്, ഇതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പേരൻസ് ഇതൊക്കെ ഞങ്ങൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്, ഞങ്ങൾ ഇത്ര കോടി രൂപ ആസ്തിയുള്ള ആളുകളാണ്, ഇതൊക്കെ തന്നെ എഴുതി യാഥാർത്ഥ്യമാണ് ഞാനീ പറയുന്നത്. ഇതൊക്കെ എഴുതി വെച്ചിട്ടാണ് നമ്മളിവിടെ കയറി പോകുന്നത്. ഇതിനകത്തൊരു 10% പോലും ഇതില്ല, സത്യമില്ല. നമ്മുടെ പോകുന്ന ഒരേ ഒരു ആഗ്രഹം എന്താ, എങ്ങനെയെങ്കിലും ആ രാജ്യത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേ ബാക്ക് കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റിനോട് പരാതി പറയാണ്. നമ്മളപ്പോ ഗവൺമെന്റ് തിരിച്ച് ഈ പേപ്പർ നിന്നെ കാണിക്കും. എന്താ, നീ അല്ലടാ പറഞ്ഞേ, നിങ്ങൾ കോടീശ്വരരാണ്, നിനക്ക് ഇവിടെ പഠിച്ചാൽ മാത്രം മതി, നിന്റെ SOP പറഞ്ഞിരിക്കുന്ന ഇതാണ്. ഗവൺമെന്റിന് തിരിച്ചു പറയാൻ ഒറ്റ ഒരു ആൻസർ മതി, SOP നിങ്ങൾ എന്താ കൊടുത്തിരുന്നത്, എനിക്ക് അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരാം. അവിടെ PR, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി പോലും ഇവിടുന്ന് സ്റ്റുഡന്റ് വിസ SOP എഴുതുമ്പോൾ എനിക്ക് PR കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാനഡയിൽ സ്റ്റുഡന്റ് വിസ എടുക്കുന്നത് എഴുതത്തുമില്ല. അങ്ങനെ എഴുതിയിട്ടുണ്ട്, അവന്റെ വിസ റിജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സത്യം എഴുതാനായിട്ട് ഒരു വഴി അവർ കൊടുക്കുന്നില്ല. അവർ കൊടുക്കാൻ പറ്റില്ല. അവർക്ക് സ്റ്റുഡന്റ് വിസ പർപ്പസ് സ്റ്റുഡന്റ് വിസയാണ്. അപ്പൊ ഇപ്പൊ പോകുന്ന പിള്ളേരൊക്കെ എടുക്കുമ്പോൾ ആ കോഴ്സ് ഒക്കെ എടുക്കാൻ അവർ കൃത്യം ഫിൽട്ടർ ചെയ്യും. കാരണം എല്ലാ കോഴ്സിനും എന്ത് കൊടുക്കില്ല, വിസ കൊടുക്കില്ല. ഇപ്പൊ ഏജൻസികളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, നിങ്ങൾ ഇന്ന കോഴ്സ് എടുക്കണം, ഇന്ന കോളേജ് ഒന്നുമില്ല. നമുക്ക് കോളേജൊക്കെ ഇപ്പൊ മിക്കവാറും എല്ലാ പ്രൈവറ്റ് കോളേജൊക്കെ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പബ്ലിക് കോളേജിലെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഡെസിഗ്നേറ്റഡ് ലേണിംഗ് കോഴ്സസ് ഉണ്ട് അവിടെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു എക്സ്പീരിയൻസ് സ്റ്റഡി അബ്രോഡ് അഡ്വൈസറുടെ കൗൺസിലിംഗ് മൾട്ടിപ്പിൾ ഏജൻസിയിൽ നിന്ന് എടുക്കണം, മൾട്ടിപ്പിൾ വ്യക്തികളിൽ നിന്ന് എടുക്കണം. ഒരാളെ മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, ട്രസ്റ്റ് ചെയ്യരുത്. മൾട്ടിപ്പിൾ ഏജൻസിയിൽ നിന്ന് എടുക്കുക, അവരെന്താ പറയുന്നതെന്ന് കേൾക്കുക. അപ്പൊ അതിന് നമുക്കൊരു എല്ലാം കൂടെ കിട്ടുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഒന്നും നമ്മൾ ഈ പരിപാടി വേണ്ടെന്ന് വെക്കും, ഇല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് എടുത്ത് കാനഡയിലേക്ക് പോകാൻ നോക്കും. പലരുടെയും പ്രശ്നം പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലരുടെ അഭിപ്രായങ്ങൾ കേൾക്കരുത് എന്ന് പറയും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ പലരുടെ അഭിപ്രായങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റൂന്നാണ്. കാരണം ഒരാളുടെ അഭിപ്രായം കേട്ട ആളുകളാണ് ഇപ്പൊ തിരിച്ചു വരാൻ നിൽക്കുന്നത്. അതും ഞാൻ പറയാം, ഈ കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ആളെ സെലക്ട് ചെയ്യുമ്പോഴും ഒരു നിങ്ങളെ ശ്രദ്ധിക്കണം. അവർക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് ഈ പരിപാടിയിൽ ഉണ്ടെന്ന് അറിയണം. ഇല്ലെങ്കിൽ അവരുടെ ടീം ലീഡർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ നോക്കണം. പലരും ഈ പറയുന്ന ബൈഹാർട്ട് ചെയ്തിട്ട് കുറേ കാര്യം പറയും. കാനഡയിൽ 2 ഇയർ പഠിക്കാം, 3 ഇയർ സ്റ്റേ ബാക്ക്, പിന്നെ PR. ഈ കോഴ്സ് എടുക്കൂ, ഇതാണ് ഓഫർ, ഇതിനെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്, നിങ്ങൾക്ക് അത് എളുപ്പം അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ എളുപ്പം തീർന്നു. ഇതൊരു യൂഷ്വൽ സ്ലോഗനാണ് കൗൺസിലേഴ്സിന്. അപ്പോൾ നമ്മൾ പിള്ളേർ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് PR-നെ പറ്റിയൊക്കെ ചോദിക്കും. എന്താണ് PR, എന്താണ് പെർമനന്റ് റെസിഡൻസി, എൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, എങ്ങനെ കിട്ടും, എൻ്റെ എന്തൊക്കെ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ കുറേ കാര്യങ്ങൾ ചോദിക്കും. ഇതിനൊരു കൃത്യമായിട്ട് ആൻസർ ഒക്കെ പറയാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർ എക്സ്പേർട്സ് ആണെന്ന് പറയാം. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എടുത്താൽ നിങ്ങൾക്ക് കാനഡ പോകുന്നതിന് വലിയ തെറ്റില്ല. ഇപ്പം പോകുന്നതിന് വലിയ തെറ്റില്ലെന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഗവൺമെന്റ് കുറേ ഫിൽട്ടർ ചെയ്തു, പുറത്തുണ്ടാക്കുന്നവരൊക്കെ പുറത്താക്കാറായിട്ടുണ്ട്. ഇനിയും കയറി പോകുന്നവർ വളരെ ലിമിറ്റഡ് നമ്പറേ പോകുന്നുള്ളൂ. ലിമിറ്റഡ് നമ്പർ ആൾക്കാർ കയറി പോകുമ്പോൾ ഗുണം എന്താണ്, അവർക്ക് കൂടെ ഓപ്ഷനും ഓപ്പർച്യൂണിറ്റീസും കൂടും. ഒരു ക്രൗഡ് ഇല്ല.
നേരത്തെ ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ആയിരുന്നു, ഞങ്ങൾ 500 പേരെ വിട്ടു, ഞങ്ങൾ 5000 പേരെ വിട്ടു, ഞങ്ങൾക്ക് റെക്കോർഡ് കിട്ടി, ഞങ്ങൾ ഇത്രയായി എന്ന് പറയാൻ ഇപ്പൊ ആളുകളില്ല, ഏജൻസി ഇല്ല. ഇപ്പൊ ആ 1-2 പേര് ഒരു ഏജൻസിയിൽ നിന്ന് ഒരു 10 പേരൊക്കെ ആയിരിക്കും അവർ സെലക്ട് ചെയ്ത് പോകുന്നത്. ആ പോകുന്നവരൊക്കെ രക്ഷപ്പെടും. അപ്പൊ കാനഡ എന്ന് പറയുന്നത് ഇപ്പോൾ കാനഡയ്ക്ക് പോകുന്നവർക്ക് ഒരു നല്ല കാലമാണെന്ന് തന്നെ എനിക്ക് പറയാം. കാര്യം ക്രൗഡില്ല, ആളുകളുടെ എണ്ണം കുറഞ്ഞു, ഗവൺമെന്റ് ഒരു ഫിൽട്ടർ ആൻഡ് ക്യാപ് സിസ്റ്റം കൊണ്ടുവന്നു. ഇനി പോകുമ്പോഴത്തേക്ക് ഇവർ സ്റ്റഡി ചെയ്തിട്ട് ഈ പറയുന്ന സ്റ്റേ ബാക്ക് എടുത്ത് വരുമ്പോഴത്തേക്കും 2029-30 ആവും. അപ്പത്തിന് ആ രാജ്യത്തിൽ അത്യാവശ്യം അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അന്തരം, കാരണം എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാനഡയാന്ന് പറയത്തേ ഇല്ല, അത് മലയാളികളാ കൂടുതൽ അവിടെ എന്നുള്ളത്. ഈ ഒൻറ്റാരിയോ പ്രോവിൻസ് ഏകദേശം മലയാളികളൊക്കെ, ഒരു ചില ഏരിയ മുഴുവൻ നമ്മളെ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാനഡ മുഴുവൻ അവസാനിച്ചു എന്നല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ കാനഡ വെബ്സൈറ്റിൽ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പുതിയ മാറ്റം ഉണ്ടോ, ഞാൻ വെറുതെ പറഞ്ഞു പോയാൽ എന്ത് ചെയ്യും. അവർ ഇമിഗ്രേഷൻ നയങ്ങൾ ഒരു മാറ്റമില്ല, നയങ്ങളല്ല, അവർക്ക് ആൾക്കാരെ വേണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അവർ ചെയ്തത് ക്വാളിറ്റി ഇല്ലാത്ത ആ രാജ്യത്തിന് വേണ്ടാത്തവരെ അവർ പറഞ്ഞു കൊടുക്കും.